കാമം ക്രോധം ലോഭം മോഹം ഭാരതീ വംശന്റെ കൃതിയാണ്. കാമം ക്രോധം ലോഭം മോഹം തെക്താത്മാനം പശ്യതി സോഹം ആത്മജ്ഞാനവിഹീന മൂഢ തേ വച്ചന്റെ നരകനികൂഢ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാരതീ വംശം. ബോധപ്രാപ്തനായിരിക്കുന്നവൻ, സാധകനായിരിക്കുന്നവൻ പോലും യാതന അനുഭവിക്കുന്നതിന് പകരം എന്തുകൊണ്ട് യാതന അനുഭവിക്കുന്നില്ല? യാതന അനുഭവിക്കാതിരിക്കുന്ന കാരണം കാമക്രോധ ലോകമോഹാദികളെ ത്യജിച്ചുകൊണ്ട് അതാണ് ഞാൻ, ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള ഭാവനയോടുകൂടി പോകുന്നതുകൊണ്ടാണ്. ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ കാമമില്ല. എന്തുകൊണ്ട് കാമമില്ല? എന്തിനെ പ്രാപിക്കണം? ശരി, അത് ഇനി കൊണ്ട് നിറക്കിക്കൊള്ളു, ഇതൊരു പോട്ടെ. എന്തുകൊണ്ട് കാമമില്ല? ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും എനിക്ക് ഭേദമില്ലായിരിക്കും. ഞാൻ തന്നെയാണ് അത് അനുഭവിക്കുന്നത്. ആശയം പിന്നെ അതിൻ്റെ അത് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലൊരു പേനയുണ്ട് എന്ന് ഞാൻ ചൊല്ലു, നീല കളർ പേന ഞാൻ കൊണ്ടു നടക്കാൻ. ആ പേന മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കാണാൻ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. വലിയ ദുഃഖമില്ല. എന്താണ് എന്നിലില്ല എന്നെനിക്ക് തോന്നുന്നത്, അതിനെക്കുറിച്ചാണ് എനിക്ക് വ്യാകുലത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ആ ബോധത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നത്, ആ പ്രവേശത്തോടു കൂടി പൂർണ്ണമായിരിക്കുന്ന സംതൃപ്തിയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ എന്തില്ലാതാവുന്നു? കാമമില്ലാതാവുന്നു. ക്രോധം എന്തുകൊണ്ടില്ലാതാകുന്നു? എന്തുകൊണ്ടാണ് അവിടെ അധാർമികമായിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഒന്നിനെ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അധർമ്മത്തിൽ പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്തൃത്വരാഹിത്യത്തിൽ പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അധാർമികമായിട്ട് സംഭവിച്ചിരിക്കുന്നത്, ഇതൊക്കെ തിരിച്ചറിയുന്നതിനുള്ള ഒരവസ്ഥയിലേക്ക് ഒരുവൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അയാൾ കുറ്റം ചെയ്തത്? എന്തുകൊണ്ടാണ് അയാൾ തെറ്റ് ചെയ്തത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതോടുകൂടി എന്തുകൊണ്ടാണ് അവൻ എന്നോടത് ചെയ്തത് എന്ന് തിരിച്ചറിയും. അവൻ തെറ്റ് ചെയ്തു, അതിനെ ആളും പിടികിട്ടി. അത് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്തത് എന്നും പിടികിട്ടി. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കിയ വഴി കൂടിയാണ് അവൻ കയറി എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ക്രോധമില്ലാതാകുന്നു, ലോഭമില്ലാതാകുന്നു. എങ്ങനെ ലോഭമില്ലാതാകുന്നു? ലോഭിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം എല്ലാത്തിനും അധികാരി ഞാൻ തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ലോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് നിത്യമായിരിക്കുന്നതാണ്, അത് കിട്ടാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. മോഹം അതുകൊണ്ട് ഇല്ലാതാകും, ഇല്യൂഷൻ അതുകൊണ്ട് ഇല്ലാതാകും. തെറ്റായൊരു സ്വപ്നബോധത്തിലേക്ക് വീഴുന്നില്ല. അങ്ങനെയാണ് കാമക്രോധ മോഹാദികൾ ഇല്ലാതായി കഴിഞ്ഞ് പശ്യതി സോഹ, അതാണ് ഞാൻ എന്ന് തോന്നുന്നത്. അതാണ് ഞാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. അതുണ്ട്, പിന്നെ ഞാനുണ്ട്. മൂന്ന് സ്റ്റെപ്പുകളെ കുറിച്ച് പറയും. ദാസോഹം കോസലേന്ദ്രസ്യ എന്ന് പറയും. ഹനുമാൻ ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ പറയും ദാസോഹം കോസലേന്ദ്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ദാസനാകുന്നു ഞാൻ. ദാസോഹം എന്നുള്ളതാണ് ആദ്യത്തെ പടി. I am the servant of God. I am the devotee of God എന്ന് പറയുന്ന അവസ്ഥയിലൂടെ പോകുന്നു. ഇതായ എന്ന് വെട്ടിക്കഴിഞ്ഞു. സോഹം, I am that, ഞാൻ അതാണ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കും. അവസാനം സായില്ല, പിന്നെ എന്തേ ഉള്ളൂ? ഹം മാത്രമേ ഉള്ളൂ. I exist and I exist perpetually. ഞാൻ നിത്യനായി സംഭവിച്ചുകൊണ്ടിരിക്കും. നിത്യതയിലാണ് ഞാൻ. പിന്നെ എനിക്ക് ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ പല പല വേഷത്തിലൂടെയും നടന്നുകൊണ്ടിരിക്കുന്ന ബോധമാകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഞാനും ബോധവും ഒന്നു തന്നെ. ഒന്നുകിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്നാണ് നടക്കുന്നത്. അതുപോലെ തന്നെ യുക്തി പോലെ. പക്ഷെ ഒന്നേ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിലുള്ള അദ്വൈതം. പക്ഷെ അദ്വൈതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്വൈതം എന്താണ്? സോഹം എന്ന് പറയുന്ന ബോധത്തെക്കുറിച്ച്. ഞാനാണ് എന്നുള്ള വാദമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. ആ സോഹം എന്ന് പറയുന്ന ബോധത്തിൽ നിന്ന് മാറി
ആ ചിന്തയിൽ നിന്ന് മാറി സായും ഹമ്മും തമ്മിലുള്ള വിഭജനം ഇല്ലാതായി ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായി തീരുന്ന അവസ്ഥയാണ് അദ്വൈതം. അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്.